എന്റെ മകൻ ഖുർആൻ പഠിക്കാൻ പോയിട്ടുണ്ട്, എന്റെ പൊന്നുമോൻ ഖുർആൻ പഠിക്കാൻ പോയിട്ടുണ്ട്. 2 ദിവസം മുമ്പ് അവനെ കാണാൻ പോയിട്ട് വന്നു. ഞാൻ നോക്കുമ്പോ എന്റെ ഭാര്യ അടുക്കളയിൽ പോയി നിന്ന് കരയുക, ഓൾ അടുക്കളയിൽ പോയി നിന്ന് കരയുക. എനിക്ക് വിഷമമുണ്ട് എന്നെ മോൻ പോയി നിൽക്കുക. പക്ഷെ നമ്മൾ പഠിച്ചവരായതുകൊണ്ട് നമുക്ക്, ഞങ്ങൾ കാണാൻ പോയിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ അവനിങ്ങനെ മതിൽ മറിയുന്നത് വരെ ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോ എന്റെ ഭാര്യ അടുക്കളയിൽ നിന്ന് കരയുന്നു, ബാത്റൂമിന്റെ അവിടെ പോയി നിന്ന് കരയുന്നു, മക്കളോടുള്ള സ്നേഹമോടോ. എന്നാൽ എന്തിന്റെ പേരിലാണോ നമ്മളൊക്കെ നമ്മുടെ മക്കളെ കൊണ്ട്, ആ കൊച്ചു മക്കളെ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു പോയി, ആ കുട്ടികളെ മാതാപിതാക്കൾ കൊണ്ടുവിട്ടിരിക്കുന്ന ഖുർആനിനോടുള്ള മഹബത്ത്. അള്ളാഹു മക്കളെയൊക്കെ ഹാഫിളീങ്ങളാക്കി കൊടുക്കുമാറാകട്ടെ. മക്കളെ കൊണ്ട് ഖുർആൻ പഠിപ്പിക്കുക. 2-3 വർഷം കൊണ്ട് അൽഹംദുലില്ലാഹ് ഞാൻ എന്റെ മകനോട് പറഞ്ഞു, മോനെ എത്ര പെട്ടെന്ന് പഠിച്ചിട്ട് നീ തിരിച്ചു വാ, എത്ര പെട്ടെന്ന് നീ ഹാഫിളായാൽ മതി, എനിക്ക് അത്ര മതി, നീ ഹാഫിളാകണം. നീ ഹാഫിളായ അൽഹംദുലില്ലാഹ് ഒരു ഖുർആൻ പഠിച്ച ഒരു ഹാഫിളിന്റെ വാപ്പയ്ക്ക് കിട്ടുന്ന പദവി എനിക്ക് നീ വാങ്ങിച്ചേരണം. എന്റെ മോനോട് ഞാൻ ആകെ പറഞ്ഞിരിക്കുന്നത്, എന്നെ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ഹാഫിളായാൽ മതി. അള്ളാഹു നമ്മുടെയൊക്കെ മക്കളെ ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ. പഠിപ്പിക്കണം മക്കളെയൊക്കെ. ഖുർആൻ പഠിക്കുന്ന കുട്ടികളെ എടാ വാടാന്ന് പോലും വിളിക്കാൻ പാടില്ല എന്ന്. അതാ ബഹുമാനം, വേറെ ഒന്നും വേണ്ട. മക്കളെ എടാന്ന് വിളിക്കത്തില്ലേ, ഡാ എന്ന് വിളിക്കത്തില്ലേ കുട്ടികളെയൊക്കെ? പക്ഷെ ഖുർആൻ പഠിക്കുന്ന മക്കളെ എടാ എന്ന് പോലും വിളിക്കാൻ പാടില്ല എന്നാ മഹത്തുക്കളെ പഠിപ്പിക്കുന്നത്. ഇത്രയ്ക്കും ബഹുമാനമാണ്. എടാ വാടാ പോടാന്നൊന്നും മക്കളെ വിളിക്കരുത്, ഖുർആൻ പഠിക്കുന്നവരെ വിളിക്കരുത്. ഖുർആൻ പഠിച്ചവനെ തൊടണമെങ്കിൽ ഒതു കൊടുക്കണം. നാലിശയ്ക്ക് ഖുർആൻ പഠിച്ച ഒരു മകനെ തൊടണമെങ്കിൽ ഒതു കൊടുക്കണം. എന്താ മഹത്വം ചിന്തിച്ചു നോക്ക്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മക്കളെ നല്ല നിലയിൽ വളർത്തണം. ഇന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും തൊടുന്നതൊന്നും തെറ്റായിട്ട് പറയുന്നുണ്ടോ? തൊടുന്നത് കൂടെ പഠിക്കുന്നവൻ കയറി പിടിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഉമ്മ തന്നെ പറയും, ഓന്റെ കൂടെ കയറിപ്പോക്കോ. ഇസ്ലാമിന്റെ നിയമം പഠിക്കണം. ലൈവാ ഇല്ലേടാ? എന്താ റാഫി, ലൈവല്ലേ? പറഞ്ഞു കഴിഞ്ഞാൽ ചില ഭാഗത്തായി പോകും. അതുകൊണ്ടാ പെണ്ണുങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറയാൻ തന്നെ പേടിയാ. 10-29 കേസുണ്ട്. അള്ളാഹു സമാധാനം തരുമാറാകട്ടെ. എല്ലാം പ്രസംഗിച്ചട്ടാ. പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന് 9.5 കൊല്ലം മുമ്പ് പ്രസംഗിച്ചതാ. ഇപ്പോഴും കേസ് നടക്കുന്നുണ്ട്. എന്താ അവസ്ഥ? അവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ അകത്ത. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ നമ്മൾ പഠിക്കണം. ഇസ്ലാമിന്റെ നിയമം എന്താ? ഒരു പെണ്ണ് അന്യ പുരുഷനോട് സലാം പറയാൻ പാടുണ്ട്. സലാം എന്ന് പറഞ്ഞാൽ എന്താ? ദുആ. സലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും നിന്റെ മേൽ ഉണ്ടാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇതന്നെ സലാം. ഈ സലാം പോലും പറയാൻ പാടില്ലല്ലോ. പെങ്ങളിപ്പോ അങ്ങനെ തൊടുന്നും പിടിക്കുന്നൊക്കെ. വലാ തഖറബു സിന, ഖുർആൻ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. എടാ, ഇന്ന് നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഈ മക്കളെയൊക്കെ വളർത്തുന്ന ചുറ്റുപാടുകൾ ചിന്തിച്ചു നോക്കിയേ. സഹോദരന്റെ ഭാര്യയുടെ കൂടെ അനിയനോട് പറയണ്ട, അനിയനോട് പറയാ. കാക്ക പറയുന്ന എന്റെ പെണ്ണുമ്പുള്ള ബൈക്കിന്റെ പറയും. വയലുവെക്കാൻ വന്ന എങ്ങനെ? ചേട്ടത്തിയെ അനിയനാ ബൈക്ക് വായതിനോട് വന്നിരിക്കണേ. ഇവിടെ എന്താ പറയാ? ജ്യേഷ്ഠന്റെ ഭാര്യ എന്താ പറയാ? ഇരിക്കണ. എന്റെ സഹോദരൻ, എന്റെ ഇക്കാടെ വൈഫ് എനിക്ക് അന്യ പെണ്ണല്ലേ? എന്റെ ബൈക്കിന്റെ പുറകെ കയറ്റിയിരുത്തിട്ട് എനിക്ക് പോകാൻ പറ്റുമോ? എന്താ ചിന്തിക്കാത്തത്? കാക്ക തന്നെ പറയുന്ന അനിയനോട് കൊണ്ടുപോടാ. ഇസ്ലാമിന്റെ നിയമം എന്താ നിങ്ങൾ പഠിക്കാത്ത? ഇസ്ലാമിന്റെ ഒരു നിയമം ഉണ്ടല്ലോ, അതെന്താ നിങ്ങൾ പഠിക്കാത്ത? പണ്ട് നീ ഉമ്മ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പണ്ട് ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പിരിയുന്ന സമയത്ത് അന്ന് ആമിന സ്കൂളിൽ പോയില്ല. എന്തേ ഫോട്ടോ എടുക്കും? മുഖം കാണിക്കാൻ പേടിച്ചിട്ട്. ഇന്ന് ആമിനയുടെ അവസ്ഥ എന്തെന്നറിയോ? ഇന്ന് 1980-ലും 85-ലും 90-ലും സ്കൂളിൽ പഠിച്ചിരുന്ന ആൾക്കാരുടെ ഗ്രൂപ്പ് പ്രായമായി മക്കളെയും കെട്ടിച്ചു. ഇപ്പൊ ഗ്രൂപ്പിനകത്തുണ്ട്. ഇപ്പൊ ആമിന ചാറ്റ. പണ്ട് അബൂബ കൂടെ പഠിച്ചവരെ. ഇപ്പൊ എന്നിട്ട് എല്ലാ സംഗമം. അന്ന് ഫോട്ടോ എടുക്കാൻ നിൽക്കത്തില്ല, ഇന്ന് മടി വേണമെങ്കിലും കയറിയിരിക്കും. അതവസ്ഥ. ഇവിടെ സ്വന്തം സഹോദരന്റെ ഭാര്യ, എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ എനിക്ക് അന്യ പെണ്ണ. എന്ത് ചിന്തിക്കാത്ത? എനിക്ക് എന്റെ ചേട്ടത്തിയല്ലേ? എനിക്കൊന്നും തോന്നില്ല, എന്നാലും പിടിച്ച് കൊണ്ടുനടക്കാൻ പറ്റുമോ? നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്കിന്ന് ആ ചിന്തയൊന്നുമില്ല. ഉമ്മ തന്നെ പറയാ, കൂട്ടുകാരനല്ലേ കയറിപ്പോ, കുടുംബക്കാരനല്ലേ കയറിപ്പോ, അവന്റെ ബൈക്കിന്റെ പുറകെ പൊക്കോ, കുഴപ്പമൊന്നുമില്ല, പൊക്കോ. എടാ അനിയ ഒന്ന് വിട്ടേരടാ, അവനെ മോളെ ഒന്ന് ബസ് കയറ്റി വിട്ടേരെ. പ്രായപൂർത്തിയായ മകളെ കയറ്റിവിടുന്നു ഉമ്മ. വ്യഭിചാരമല്ലേ ഉമ്മ ചെയ്ത്? നീ അള്ളാന്റെ മുമ്പിൽ നിന്നെ പടച്ചുറപ്പ് വെറുതെ വിടൂ. നീ എന്താ ചിന്തിക്കാത്ത? തൊടലും പിടിക്കലൊക്കെ എന്തോ വലിയ തെറ്റാ. നീ വിചാരിച്ചിരിക്കുന്ന പോലെ മഹാനായ അബൂ ഹുറൈറ തങ്ങൾ നബിതങ്ങൾ പറഞ്ഞല്ലോ, വ്യഭിചാരം എന്ന് പറയുന്നത് നീ ഉദ്ദേശിക്കുന്നത് ഒരു പെണ്ണിന്റെയും ആണിന്റെയും ഗുഹ്യഭാഗങ്ങൾ ചേരുന്നതിന് മാത്രമല്ല വ്യഭിചാരം എന്ന് പറയണേ. കണ്ണിന് വ്യഭിചാരമുണ്ട്, കൈക്ക് വ്യഭിചാരമുണ്ട്, ചെവിക്ക് വ്യഭിചാരമുണ്ട്, നാവിന് വ്യഭിചാരമുണ്ട്, കാലിന് വ്യഭിചാരമുണ്ട്, ഹൃദയത്തിന് വ്യഭിചാരമുണ്ട്, സർവ്വതും വ്യഭിചാരം. മയ്യത്ത് കാണാൻ പാടുണ്ടോ?
ഒരന്യ പുരുഷന്റെ മയ്യത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ പാടുണ്ടോ? ഒരന്യ പെണ്ണിന്റെ മയ്യത്ത് കാണാൻ പാടും? ഇസ്ലാമിന്റെ നിയമമല്ലേ ഇത്? ഇതൊക്കെ നമ്മളങ്ങ് കാറ്റിപ്പുറത്ത കണ്ടവന്റെ കൂടെ പറഞ്ഞുകൂടാ പെണ്ണുപിള്ളേ. മക്കളെ പൊക്ക കുഴപ്പമൊന്നുമില്ല, എല്ലാം ഇങ്ങനെ പറഞ്ഞു വിട്ടുകൊണ്ട് കളിയും തമാശകൾ. എന്ത് കളിയാ ചങ്ങായിമാരെ കളിക്കണേ? അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മക്കളെ വളർത്തേണ്ടത് ഉസ്താദെ എന്റെ മക്കൾ നന്നാകുന്നില്ല ഉസ്താദ്. എല്ലാരും പറയാ ഓൻ ഉസ്താദെ കഞ്ചാവ് അടിക്കുന്നു, 18 വയസ്സായി 20 വയസ്സായി ഉമ്മാനെ വാപ്പാനെ തല്ലുന്നു ഉസ്താദ്. നന്നാവാൻ വേണ്ടി ദുആ ചെയ്യ്. ചുമ്മാതെ കിട്ടുവോ മക്കളെ? എന്റെ ഉമ്മാനോട് ചോദിക്കുന്നു, മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്ത്. എങ്ങനെ മക്കളെ വളർത്തേണ്ടെന്നറിയോ ഉസ്താദെ? ഞാൻ പറയുന്നത് എന്റെ മക്കൾ അനുസരിക്കുന്നില്ല. പല മാതാപിതാക്കളും പറയുന്നു ഇവരെന്താ ഇങ്ങനെ ആയിപ്പോയെന്ന്. എടോ മക്കളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നേരെയാകണം. നമ്മൾ നേരെയായാലും നമ്മുടെ മക്കൾ നേരെയാകൂ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്ത്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണ് നിന്റെ മക്കള്. അവരെ വളർത്തേണ്ട രീതിയിൽ വളർത്തു, ദീൻ പറയുന്ന രീതിയിൽ വളർത്തു. അൽഹംദുലില്ലാ, അങ്ങനെ വളർത്തിയാൽ ഒരിക്കലും നിനക്ക് നാണം കെടേണ്ട വരൂല. ഒരിക്കലും നിന്റെ മക്കള് നിന്നെ തല്ലിക്കൊല്ലൂല. ഒരിക്കലും നിന്റെ മക്കള് നിന്നെ നാണം കെടുത്തൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുകയാ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് ഞാനും നിങ്ങളും കടന്നു വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുമ്പോ പള്ളിപ്പലമ്പല ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്. വാപ്പാ നിന്നെ കുളിപ്പിച്ച് സുഗന്ധം തേച്ച് പുതുവസ്ത്രത്തിൽ പൊതിഞ്ഞ് പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി ഖബറടക്കിയിരിക്കുകയാണ്. എങ്ങനെയാണ് നാളെ പരലോകത്ത് കടന്നു വരുന്നത്? പട്ടിയുടെ കോലത്തിൽ, പന്നിയുടെ കോലത്തിൽ, കഴുതയുടെ രൂപത്തിൽ നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, പല പല വിഭാഗങ്ങളായി എന്റെ ഉമ്മത്ത് നാളെ പരലോകത്ത് കടന്നു വരുമെന്ന് മുത്തുനബി പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നാളെ നാണം കെടുത്തും വാപ്പാ. നബി തങ്ങളെ പറഞ്ഞു, സ്വഹാബാ, 3 വിഭാഗത്തോട് അല്ലാഹു കരുണ കാണിക്കൂല. 3 പേരോട് അല്ലാഹു സംസാരിക്കില്ല. അല്ലാഹു അവരുടെ മുഖത്ത് പോലും നോക്കില്ല. അല്ലാഹു പരിചയം പോലും കാണിക്കൂല. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലും നാണം കെട്ടവരെ പോലെ പുഴുത്ത് നാറിയിട്ട് ദുർഗന്ധമടിക്കുന്ന കോലത്തിൽ നാളെ പടലോകത്തേക്ക് കടന്നു വരുന്ന 3 വിഭാഗമുണ്ടോ? ഒരു വിഭാഗം ആരെന്നറിയോ? ഒരു വിഭാഗം ആരെന്നറിയോ? തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട്, വാപ്പാ നിനക്കറിയാമത് പാപമാത് പാപമാത് പാപമാ, നിനക്കറിയാമത് പാപമാണെന്ന്, എന്നിട്ടും നിന്റെ മക്കള് ചെയ്യുമ്പോ ആ പാപമാണെന്നറിഞ്ഞിട്ടും നിസാരമായി കാണുന്ന വാപ്പാ, നിന്നെ അല്ലാഹു വെറുതെ വിടത്തില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിനക്കറിയാം അത് പാപമാണെന്ന്, നിനക്ക് ഉറപ്പാ പാപമാണെന്ന് നിനക്കറിയാം, എന്നാലും നീ തിരുത്തൂല. മക്കളായതുകൊണ്ട് ഭാര്യയായതുകൊണ്ട് തെറ്റുതിരുത്തി കൊടുക്കൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതൊക്കെ തെറ്റാണെന്ന് നമുക്കറിയാം, ഇതൊക്കെ പാപമാണെന്ന് നമുക്കറിയാം. തൊടുന്നത്, സലാം പറയുന്നത് പാപമാണെങ്കിൽ, ഒരു അന്യ പെണ്ണ് അസ്സലാമു അലൈക്കും എന്ന ദുആ എന്ന സലാം പറയൽ ഒരു പാപമാണെങ്കിൽ, ബാക്കി നിങ്ങൾ പറ പാപമല്ലേ? ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വീടുകളിൽ നടക്കുന്ന പരിപാടികൾ എന്താ? ഒരതിരുകളില്ലടോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് അങ്ങനൊന്നുമില്ല. നാട്ടുകാരെയല്ല പേടിക്കേണ്ടത്. എന്റെ ഭർത്താക്കന്മാരോട് ഞാൻ പറയുന്നു, നാട്ടുകാരെയല്ല നിങ്ങൾ ഭയപ്പെടേണ്ടത്. നബി തങ്ങൾ പഠിപ്പിച്ചു തന്നു, നിങ്ങൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കുടുംബത്തിലെ അകന്ന ചെറുപ്പക്കാരെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി ഉറക്കെ പറഞ്ഞു. നബിയുനാ റസൂലുള്ളാഹി, എടാ അയൽവാസി, നാട്ടുകാരന് നീ വീട്ടിൽ കയറ്റത്തില്ല, പക്ഷെ നിന്റെ കുടുംബത്തിൽ അകന്ന ചെറുപ്പക്കാരന് നിന്റെ പെണ്ണുമ്പിള്ളയുടെ കൂടെ അടുക്കളയിൽ പോയി നിൽക്കാനുള്ള അവകാശം നീ കൊടുക്കും. കുടുംബത്തിൽ അകന്ന ചെറുപ്പക്കാരെ നിങ്ങൾ സൂക്ഷിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളെ വെറുതെ അല്ല, മക്കളെ വളർത്തേണ്ടത് എങ്ങനെ ഖുർആൻ പറയുന്നുണ്ട്. എന്ന് തുറന്നിട്ടുകൊണ്ട് നടക്കുകയാണും പെണ്ണും. ഔറത്ത് പോലും മറക്കുന്നില്ലടോ, ഔറത്ത് പോലും മറക്കണില്ലല്ലോ. എല്ലാം ഇങ്ങനെ നടക്കുക. ആണാകട്ടെ പെണ്ണാകട്ടെ, വയലിന് വരുമ്പോ ഫർദി ഹിജാബ്, ഇതിന്റെയൊക്കെ അവസ്ഥ വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾ ചിന്തിച്ചേ.
വീട്ടിൽ പോകുമ്പോ പ്രായപൂർത്തിയായ പെങ്ങളുടെ മുമ്പിലൂടെ നിക്കറിട്ടുകൊണ്ട് നടക്കണ ചെറുപ്പക്കാരില്ലേ, സ്വന്തം 18ഉം 19ഉം വയസ്സുള്ള സഹോദരിയുടെ മുമ്പിലൂടെ ഇത്രയുള്ള സായിപ്പിട്ട എന്താ പറയാ, വെറുമ്പോടെ എന്താ പറയാ, ഇട്ടുണ്ട് നടക്ക ഔറത്ത്. കുഴപ്പം തോന്നുന്നു, വാപ്പ നിന്റെ മുമ്പിൽ കൂടെ നിന്റെ മോൻ നടക്കുന്നില്ലേ, എന്തേ നീ തിരുത്താത്തെ? നിന്റെ സ്വന്തം മകള് നൈറ്റ് ഡ്രസ് പോലും തോറ്റുപോകുന്ന വസ്ത്രം ഇട്ടുകൊണ്ട് നിന്റെ മുമ്പിലൂടെ നടക്കുന്നില്ലേ, എന്തേ ഉപ്പ? മക്കളെ വളർത്തേണ്ടത് എങ്ങനെ? നീന്ത വിചാരി എന്തേ ഉസ്താദെ, കൂടപ്പുറപ്പിന് ഇപ്പൊ എന്താ, കൂടപ്പുറപ്പിന്റെ ഔറത്ത് കണ്ടാ കുഴപ്പം വല്ലതും ഉണ്ടോ? എന്റെ സഹോദരിയല്ലേ, അവൾ എന്റെ കണ്ടാൽ എന്താ അങ്ങനെ? നമ്മൾ അങ്ങനെ എടാ, കൂടപ്പുറപ്പിന്റെ പോട്ടെ, വാപ്പാടെ ഔറത്ത് മക്കൾക്ക് കാണാൻ പാടുണ്ടോ? കാണാൻ പാടുണ്ടോ? നിങ്ങളെന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? നിന്റെ സ്വന്തം ഉമ്മാടെ ഔറത്ത് നിനക്ക്, എന്റെ ഉമ്മാടെ ഔറത്ത് എനിക്ക് കാണാൻ പാടുണ്ടോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? കാണാൻ പാടുണ്ടോ? ഖുർആൻ മക്കളെ വളർത്തേണ്ടത് എങ്ങനെ? ഖുർആൻ പറയുന്നു 3 സമയങ്ങളിൽ നിങ്ങൾ പഠിക്കണം. മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാന്ന് പഠിപ്പിക്കണം. സെക്സ് പടം കാണുന്ന ഒരുമിച്ചിരുന്ന ഉമ്മായും മക്കളും കൂടെ, ഉമ്മായും വാപ്പായും മക്കളും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഇന്നൊരു ഫിലിം സമാധാനത്തോടെ ഒരു പെണ്ണുപിള്ളയ്ക്ക് ഭർത്താവിന് ഇരുന്ന് കാണാൻ പറ്റുമോ? ഇന്നൊക്കെ ഇറങ്ങുന്ന ഫിലിം ഒരു ഭാര്യക്ക് എന്തിനാ ഫിലിം കാണണ്ട, ഈ റോഡിൽ കൂടെ പോകുമ്പോ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന പോസ്റ്ററെങ്കിലും ഒരു ഉപ്പാനും ഉമ്മാനും മക്കൾക്ക് കാണാൻ പറ്റുന്നതാണോ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളെ വളർത്തേണ്ടത് ഖുർആൻ പറയുന്നു, പ്രായപൂർത്തിയാകാത്ത മക്കൾ, 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണമെന്നാണ്. അപ്പൊ ആ 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള മക്കൾ, ആ ചെറിയ മക്കൾ പോലും ഖുർആൻ പറയുന്നു അവരെ വളർത്തേണ്ടത് എങ്ങനെ? 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ അനുവാദം ചോദിക്കാതെ ബെഡ്റൂമിൽ കയറരുത് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള മക്കൾ, വലിയവന്റെ കാര്യമല്ല, ഈ പ്രായപൂർത്തിയാകാത്ത മക്കൾ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം. 3 സമയങ്ങളിൽ വാതിലി തട്ടിയിട്ട് ഉമ്മാ ഉപ്പ ഞാൻ കയറി വരട്ടെ എന്ന അനുവാദം ചോദിച്ചിട്ടേ റൂമിനകത്ത് കയറാൻ പാടുള്ളൂ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ബക്കറ്റെടുക്കാൻ സമയമായപ്പോ ഇതിങ്ങനെ ബക്കറ്റ് എടുക്കാൻ എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോ തന്നെ നമുക്ക് ഇങ്ങനെ അൽഹംദുലില്ലാഹ്, എന്തായാലും നല്ല കാര്യമല്ലേ. അള്ളാഹു നമുക്ക് തരുന്നൊരു അവസരം, അള്ളാഹുവിനോട് ബറക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാണ് റജബുന് ഷഹൂറുള്ള അള്ളാഹുടെ മാസമാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, ബറക്കത്ത് ചോദിക്കാൻ പറഞ്ഞ ഒരു മാസം. അൽഹംദുലില്ലാഹ്, സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാളുടെയും 5 പൈസ അള്ളാഹ്ന് ആവശ്യമൊന്നുമില്ല. നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ നീ കൊടുത്താൽ മതി. അള്ളാഹുവിന് നമ്മളുടെ ആരുടെയും 5 നയാ പൈസ വേണ്ട. അത് കൊടുക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം നമുക്ക് തന്നെയാണ്. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സദഖ വിപത്തുകളെ തട്ടിമാറ്റും, അപകടങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ എല്ലാവരും ഒരു വീഡിയോ കണ്ടു. ഒരു കുടുംബത്തിലെ 4 മക്കൾ ഒരുമിച്ച് ഇങ്ങനെ നിരത്തി, 14, 12, 8 അങ്ങനെ നിരത്തിയിട്ട് 4 മക്കളുടെ ഖബർ, സങ്കടത്തോടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട പിതാവിന്റെ ഒരു ഫോട്ടോ. അല്ലാഹുവേ, ആ കുടുംബത്തിന് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഇത്ര വലിയ ഭാഗ്യവാൻ ഒരു കുടുംബത്തിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തൊരു വേദനയായിരിക്കും. 4, 5 അത്ര പേരാ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു കുടുംബത്തിൽ ഇങ്ങനെ കളിച്ചു തിരിച്ചടക്കുന്ന മക്കൾ. അവരെത്ര വലിയ ഭാഗ്യവാന്മാരെന്നറിയോ? ഒരാളുടെ 3 മക്കളെ അള്ളാഹു മരിപ്പിച്ചു കളഞ്ഞാൽ, ഒരാളുടെ പ്രായപൂർത്തിയാകാത്ത 3 മക്കൾ അള്ളാഹു തിരിച്ചെടുത്താൽ അതിന് പകരം സ്വർഗമാണ് പ്രതിഫലമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മാതാപിതാക്കൾക്ക് സ്വർഗമാണ്. നമ്മളതൊക്കെ പറയുമ്പോഴും അവരുടെ സങ്കടം ഒന്ന് ചിന്തിക്കണം. നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. ഒരു കുടുംബത്തിലെ എല്ലാവരും കൂടെ ഒരുമിച്ചൊരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ പാടില്ല എന്നാണ്. ഒരു വീട്ടിലെ എല്ലാവരും കൂടെ ഒരുമിച്ചൊരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ പാടില്ല. കാരണം എന്തേ? നമുക്ക് പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, അപകടങ്ങൾ, ദുരന്തങ്ങൾ. ഇന്നലെ ഞാനൊരു വഴിക്ക് പോകാൻ വേണ്ടി എന്റെ കൂടെയുള്ള കുട്ടികളെയും വിളിച്ചുകൊണ്ട് ഞാൻ പോകുമ്പോ ഒരു തടിവണ്ടിയുടെ പുറകിൽ ഒരു ബൈക്കാരൻ പോയി കയറി. ഞാൻ പറഞ്ഞ യാത്ര തന്നെ നിർത്തി തിരിച്ചു കളഞ്ഞു. അപകടങ്ങൾ നമ്മൾ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയോ അപകടങ്ങൾ കാണുന്നു. മാരകമായ രോഗങ്ങൾ നമ്മൾ കാണുന്നില്ലേ? അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. റജബ് മാസമാ. തലയുടെ മുകളിലേക്ക് നോക്കിക്കോ, ഒരു മലക്ക് തലയുടെ മുകളിൽ നിൽക്കുന്നുണ്ട്. എന്റെയും നിങ്ങളുടെയും തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. ഈ ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോ ആ തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്ക് അല്ലാഹുവോട് ദുആ ചെയ്യും, പടച്ചവനെ, അല്ലാഹുവേ, നീ കൊടുത്തതിൽ പങ്കിവന് കൊടുത്തുറപ്പേ.
ബർക്കത്ത് ചെയ്യണേ അല്ലാ. തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്ക് ദുആ ചെയ്യുകയാണ്. ആ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് ഉറപ്പാടോ? അതുകൊണ്ട് മലക്കുകളുടെ ദുആയ്ക്ക് ഇജാബത്തുണ്ടോ? അതുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ ഉള്ളതിൽ പങ്കു കൊടുത്താ ആ മലക്ക് നിനക്ക് ബർക്കത്തിന് വേണ്ടി റജബിന്റെ രാത്രിയിൽ ദുആ ചെയ്യുകയാണ്. കയ്യിൽ പൈസ ഉണ്ടായിട്ട് പടച്ചവനെ നീ ഉറക്കം നടിക്കല്ലേ, കാണാത്തവനെ പോലെ ഇരിക്കല്ലേ. തലയുടെ മുകളിൽ ഇരിക്കുന്ന മലക്ക് പറയുന്നു, അല്ലാ നീ കൊടുത്തത് ഇവന് പിടിച്ചു വെച്ചു പടച്ചവര്, നീ കൊടുത്തത് ഇവൻ പിടിച്ചു വെച്ചു പടച്ചവര്, ഇതുപോലെ നീയും പിടിച്ചു വെക്കണേ അല്ലാ. അത് എതിരായി പോകും സഹോദരാ. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം കൊടുക്ക്. നേട്ടം നിനക്കേ ഉള്ളൂ. അപകടങ്ങൾ മാറുകയാ, ദുരന്തങ്ങൾ മാറുകയാ, മാരകമായ രോഗങ്ങൾ മാറുകയാ, സമാധാനമുള്ള ജീവിതം കിട്ടുകയാ, നല്ല മരണം കിട്ടുകയാ. അൽഹംദുലില്ലാഹ് കൊടുക്കുന്നത് കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളാണ്. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്ക്. അല്ലാഹുവേ സദഖ സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ഒരു പ്രയാസവും വരുത്തല്ലേ അല്ലാ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. മൈക്ക് സെറ്റുകാരെ എന്തേപ്പാ, ഞാൻ ഇരുന്നോട്ടേപ്പാ. എനിക്ക് ഒന്നാമതേ നടുവേദന സുഖമൊന്നും ഇല്ല. ഇങ്ങനെ ദൂരത്തേക്കുള്ള യാത്ര ചെയ്ത് വയത് പറയുന്നതൊക്കെ വളരെ കുറവാണ്. പിന്നെ ഇരിക്കാൻ വയ്യ. തങ്ങളൊക്കെ ഇവരൊക്കെ ഇരിക്കുന്ന മജ്ലിസിൽ ഞാൻ ഇരിക്കുന്നതൊരു എനിക്കൊരു പ്രയാസമായതുകൊണ്ടാണ് ഇരിക്കാത്തത്. ഇരുന്നോട്ടെ, കുഴപ്പമില്ലല്ലോ. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ രോഗങ്ങൾക്കൊക്കെ അല്ലാഹു ശുഭ നൽകുമാറാകട്ടെ. ഈ നിൽക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് സങ്കടമാണ്. ഞാൻ ഇങ്ങനെ നിന്നത് കൊണ്ടായിപ്പോൾ ഇരിക്കേണ്ടി വന്നേ. 2-3 മണിക്കൂർ നിന്ന് വഴുതു പറഞ്ഞിട്ട് അവസാനം കിടന്നിട്ടാ ഭക്ഷണം കഴിച്ച് 2 മാസത്തോളം. അത്രയ്ക്കും ബുദ്ധിമുട്ട്. അതുകൊണ്ട് നിൽക്കണ ചങ്ങായിമാരെ, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിലെ സഹോദരൻ പറഞ്ഞു, ഉസ്താദെ ശ്രീലങ്കയിലെങ്ങാണ്ടായിരുന്നു ഞാൻ, എൻ്റെ കാല് വെരിക്കോസിന്റെ സർജറി ചെയ്തിരിക്കുകയാണ്. അല്ലാഹു ശുഭ നൽകുമാറാകട്ടെ. നിൽക്കണത് അത്ര നല്ലതല്ലടോ, പല പ്രയാസങ്ങൾക്ക് അത് കാരണമാകും. അതുകൊണ്ട് ഇരിക്ക്. ആ നിൽക്കണ സമയം സ്വർഗത്തിലിരിക്കുക. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. എപ്പോ വേണമെങ്കിലും ഇറങ്ങിപ്പോകാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. പക്ഷെ ആ നിൽക്കുന്നത് അവിടെ നിന്നാ അത് വേറെ സ്ഥലം. ഇത് സ്വർഗം. ദുനിയാവിൽ 2 സ്വർഗമുണ്ട്. ആ 2 സ്വർഗം, ഈ നിൽക്കണ എല്ലാവരുടെയും, ഈ അകത്തും പുറത്തും നിൽക്കണ എല്ലാവരുടെ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്ന. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതല്ലേ ആഗ്രഹം? ഒന്ന് കൈപൊക്കിക്കുക. പോകാൻ താല്പര്യമുള്ളവര്, സ്വർഗത്തിൽ പോകാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കുക. അള്ളാഹുവെ ആരൊക്കെ കൈപൊക്കിയോ, ഓൻ ജീവിതത്തിൽ എന്ത് നന്മ ചെയ്തിട്ടില്ലെങ്കിലും ഈ കൈപൊക്കിയതിന് പകരം നീ സ്വർഗം കൊടുക്കണേ അല്ലാ. അല്ലാ നീ സ്വർഗം കൊടുക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ ആ കൈപൊക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാ. ഒന്നുകൂടെ കൈപൊക്കി നോക്കി. അപ്പൊ ഇരിക്കണ എല്ലാത്തിന്റെ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്ന്. ഈ പുറത്ത് നിൽക്കണ കാക്ക, ദുനിയാവിൽ 2 സ്വർഗമേ ഉള്ളൂ. ഒന്ന് മദീനത്ത് നബിതങ്ങളുടെ റൗളയുടെ മിമ്പറിന്റെയും ഇടയിലുള്ള ആ സ്ഥലം. പിന്നെ ഒരു സ്വർഗം ഇൽമു പറയുന്ന മജ്ലിസ.
കണ്ണിന്റെ മുമ്പിൽ സ്വർഗം കണ്ടിട്ട് നീ കയറിയിരിക്കുന്നില്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കി. അതാ സങ്കടം. കണ്ണിന്റെ മുമ്പിൽ സ്വർഗം, ഒരു റോഡിന്റെ ഇക്കര സ്വർഗം ഇല്ല. അല്ല ഞാൻ പുറത്തേ നിൽക്കൂന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാളെ പുറത്തായി പോകും. അള്ളാഹു കാത്തിരിച്ചുമാറാകട്ടെ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒന്നീ കയറിയിരിക്കുക അല്ലെങ്കിൽ പോയേക്കാൻ പറഞ്ഞതുകൊണ്ടാണ്. കാരണം നിങ്ങളോടുള്ള വെറുപ്പോ ദേഷ്യമോ ഒന്നുമല്ല, ശാരീരികമായി പല പ്രയാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് പുറത്ത് നിൽക്കുന്ന ചങ്ങായിമാരെ, ഞാൻ എപ്പം നിർത്തിയ അരമണിക്കൂറേ ഉള്ളൂ, ഇനി എല്ലാം കൂടെ കയറിയിരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കുക. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ഖുർആൻ പറയുന്നു, 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ റൂമിന്റെ അകത്ത് മക്കൾ കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം. നിങ്ങൾക്ക് ബോറടിക്കണുണ്ടോ? നിങ്ങൾക്ക് എന്തോ ഒരു മടുത്തത് പോലെ തുടങ്ങുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ. താത്തമാരൊക്കെ കേട്ടോ. 3 സമയങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത മക്കള് വാപ്പായും ഉമ്മായും ബെഡ്റൂമിലുണ്ടെങ്കിൽ, റൂമിലുണ്ടെങ്കിൽ ചോദിക്കാതെ കയറാൻ പാടില്ല. 3 സമയം ഏതാ? 1 വെളുപ്പാങ്കാലം, 2 ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്ന സമയം, 3 രാത്രി. ഈ 3 സമയങ്ങളിൽ അനുവാദം ചോദിക്കാതെ റൂമിന്റെ അകത്ത് കയറാൻ പാടില്ല. എന്താണ് ഈ സമയത്തിന്റെ പ്രത്യേകത? ഈ സമയത്തിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾക്ക് പ്രായമുള്ളവരൊന്നും വിചാരിക്കരുത്. ഞാനൊരു ഉദാഹരണം പറയാം, നിങ്ങൾ വേറൊന്നും വിചാരിച്ചേക്കരുത്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഈ ആണുങ്ങളൊക്കെ രാത്രി കിടക്കുമ്പോ ഒരു മുണ്ടെടുത്തിട്ട് കിടന്നുറങ്ങും. കൊടുത്തൂല്ലേ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? നമ്മ രാത്രി കിടക്കുമ്പോ ഒരു മുണ്ടെടുത്തിട്ട് കിടന്നുറങ്ങൂല്ലേ? വെളുപ്പാങ്കാലത്ത് ഉറക്കത്ത് നിന്ന് എഴുന്നേക്കുമ്പോ ആദ്യം തിരയുന്നത് എന്താ? ആ മുണ്ടല്ലേ? നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോ ഒരു മുണ്ടെടുത്തിട്ട് കിടന്നുറങ്ങും. രാവിലെ എന്റെ മുണ്ടെന്താ? കിടക്കുന്നത് കാക്ക അഴിയത് കിടക്കുന്നത് അല്ലേ? നമ്മൾ ആ മുണ്ട് ചിലപ്പോ നമ്മൾ ഉറക്കത്തിൽ അഴിഞ്ഞു പോകും. നിങ്ങൾ ചിന്തിക്ക്, ഖുർആൻ പറഞ്ഞു നോക്ക്. ആ വെളുപ്പാങ്കാല സമയത്ത് ഒരു മകനോ ഒരു മകളോ അനുവാദം ചോദിക്കാതെ റൂമിൽ കയറി വന്ന ഗോപക്കടപ്പുറത്താ സായിപ്പ് അടക്കണ പോലെ വാപ്പ അടക്കണം. നലിച്ചിക്ക്. നിങ്ങളുടെ മാക്സിയുടെ കാര്യം ഞാൻ പറയൂല, അത് പോട്ടെ. രാവിലെ 5 മണിക്ക് 4 മണിക്ക് ഒരു കുട്ടി വാപ്പാടെ റൂമിന്റെ അകത്ത് വരുമ്പോ വാപ്പ മുണ്ടില്ലാതെ കിടക്ക. ഇതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ചോദിക്കാതെ കയറരുതെന്ന്. എടോ, സ്വന്തം വാപ്പാടെ ഔറത്ത് കൊച്ചുകുട്ടികൾക്കല്ല, പ്രായപൂർത്തിയായവന് കണ്ട എന്തെങ്കിലും തോന്നുമോ? ഒന്നും തോന്നില്ല. എന്നിട്ട് പോലും അള്ളാഹു പറഞ്ഞു മക്കളെ വളർത്തുമ്പോ സൂക്ഷിക്കണം. സ്വന്തം വാപ്പയുടെ ഔറത്താണെങ്കിലും ഉമ്മയുടെ ഔറത്താണെങ്കിലും നീ കുഞ്ഞിനെ റൂമിനകത്തിരുത്തിയിട്ട് വാതിലടച്ചിട്ട് ബാത്റൂമിന്റെ വാതിൽ തുറന്നിട്ടിട്ട് കുളിക്കും. പാട്ട് വിട്ട് ഉമ്മ ഇങ്ങനെ. ചിലപ്പോ മക്കളെയും വിളിച്ചിട്ട്, ഇതാണല്ലോ നമുക്കൊന്നില്ല, അതിന്റെ കൂടെ കുട്ടികളെയും കൂടെ കയറി നിർത്തിയിട്ട് എത്രത്തോളം സൂക്ഷിക്കണം എന്ന് എനിക്ക് അറിയാഞ്ഞിട്ടാ. കൊച്ചു കുട്ടികൾ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കും, വലിയവരെ പോലല്ല. ആ ചുട്ടയിലെ ശീലം ചെറിയ കുട്ടികളുടെ ആ ഒരു ചിന്ത. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഉദാഹരണം ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ മക്കൾ, ഈ ചെറിയ കുട്ടികൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. വലിയവരെ കാര്യം എളുപ്പത്തിൽ അവർക്കിപ്പം കാര്യം. ഇപ്പോഴത്തെ പിള്ളമാർക്കൊക്കെ പിന്നെ പാപ്പാക്ക് യൂട്യൂബ് എടുക്കുന്ന അറിയോ, ഇൻസ്റ്റാഗ്രാം, അതിന്റെ യോധീര്. എന്റെ വീട്ടിലെ ചെറിയ സാധനം ഞാൻ നോക്കുമ്പോ പടച്ചോനെ എന്താ പറയാ, ഗെയിം ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കാൻ എനിക്കറിയില്ല അതെങ്ങനെ ചെയ്യേണ്ടതെന്ന്. നമ്മുടെ മക്കളൊക്കെ അല്ലാഹു എല്ലാത്തിനും നന്നാക്കി തരുമാറാകട്ടെ. ഇവിടെ നമ്മുടെ മക്കൾ ഇത് കാണും. വാപ്പയുടെ ഔറത്താണെങ്കിലും ഉമ്മയുടെ ഔറത്താണെങ്കിലും ആ ചെറിയ മക്കൾ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഭാവിയിൽ അത് ദോഷം ചെയ്യും. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞ് കാണരുതെന്ന്. ഇനി പറ, വലിയ മക്കളുടെ അവസ്ഥ എന്താ? ഇന്നത്തെ അവസ്ഥ ചിന്തിക്കണം. നമ്മൾ കാണിക്കും നമ്മുടെ മക്കളെ എത്രത്തോളം സൂക്ഷ്മതയോടുകൂടി നമ്മൾ വളർത്തണം. സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പഠിപ്പിച്ചു കൊടുക്കണം. തെറ്റ് തെറ്റാണെന്ന് തന്നെ പറഞ്ഞു കൊടുക്കണം. അതിനാദ്യം നീ നന്നാകണം. നീ നന്നായാലല്ലേ, വാപ്പയല്ലേ മക്കളെ നന്നാക്കണ്ടേ, ഉമ്മയല്ലേ നന്നാക്കണ്ടേ. നമുക്കാർക്കാ 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണോന്നാ, തല്ലി നിസ്കരിപ്പിക്കണോന്നാ. ഇന്ന് മേലും നോവിച്ചിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ ഒരു വിരട്ടിലൊക്കെ വരട്ടണമെന്നാ. ഇപ്പൊ അതും ചെയ്യാൻ പറ്റത്തില്ല, അകത്തായി പോകും. ഇമാര് വല്ലതും കേസ് കൊടുത്ത അകത്താ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണമെന്നാ ഫിഖിന്റെ പണ്ഡിതന്മാർ അടിക്കണമെന്നല്ലേ? നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ കൈവക്കിക്ക്. തിരിഞ്ഞൊന്നും നോക്കല്ലേ മക്കളെ, എന്തായാലും നിന്റെ വാപ്പ പൊക്കൂല, പേടിക്കണ്ട. ആരെങ്കിലും ഒന്ന് കൈവക്കാനുണ്ടോ? നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും ഉമ്മ? ഇല്ലടോ, ഇല്ല. കാരണം എന്തേ? നമ്മൾ ഈ പറഞ്ഞതിനർത്ഥം നമ്മുടെ മക്കൾ 5 വഖത്ത് നിസ്കരിക്കുന്നവരാണെന്നാണോ? അല്ല, നമുക്ക് അതിനുള്ള അർഹതയില്ലടോ. നമ്മളെങ്ങാനും വാപ്പ വടിയെടുത്തോണ്ട് മക്കളെ തല്ലാൻ പള്ളിയിൽ പോടാ എന്ന് അടിക്കാൻ പോയ അവൻ നമ്മളെ നോക്കിയിട്ട് ചിരിക്കും. ആദ്യം വാപ്പ ഒന്ന് പള്ളിയിൽ പോ, പിന്നെ എന്നെ ഉപദേശിക്കാം. ഇതാ
നമ്മൾ നന്നാകണം. ഞാൻ പറഞ്ഞു വന്നത് പടച്ചവനെ പെങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാണ്, ഏ ചെറുപ്പക്കാരാ, തെറ്റു ചെയ്യാൻ അവസരം കിട്ടുമടാ, ഇന്നാ ബിയർ കുടിക്ക്, ഫ്രീ ആണടാ, പൈസ തരണ്ടടാ, കുടിക്കടാ എന്ന് പറഞ്ഞു കൂടെ പഠിക്കുന്നവര് നിന്റെ കൂടെ കൊണ്ടുവരും, തരും ചെറുപ്പക്കാരാ. അള്ളാഹുവേ ഇത് ഹറാമാണ്, കുടിക്കാൻ പാടില്ല, നിങ്ങൾ എന്തു പറഞ്ഞാലും കുടിക്കില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റമാണ് വേണ്ടത്. പെങ്ങളെ, കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സ് ഓടി വന്ന് കയ്യിൽ പിടിക്കുകയാ, ഒരാൺകുട്ടി വന്ന് പിടിക്കുകയാ, പറയണം എടുക്കടാ കയ്യ്, ഇത് വ്യഭിചാരമാണ്, അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നത് വ്യഭിചാരമാണ്, എന്റെ ശരീരത്ത് തൊടാൻ പാടില്ല. ആര് പരിഹസിച്ചാലും ഒറ്റപ്പെടുത്തിയാലും കളിയാക്കിയാലും അത് പറയുന്ന പെണ്ണിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ഖുർആൻ ഇവിടെന്ന് പറയുകയാ, രണ്ട് സ്വർഗമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നമ്മളാണ് ആദ്യം നന്നാകേണ്ടത്. നമ്മൾ നന്നായാ നമ്മുടെ മക്കൾ നന്നാകുമടോ, നമ്മുടെ ഭാര്യ നന്നാകുമടോ, നമ്മുടെ മക്കൾ നന്നാകുമടോ, നമ്മുടെ വീട് നന്നാകുമടോ. പെങ്ങളെ, നിങ്ങളോട് വാശിയും വൈരാഗ്യമൊന്നുമില്ല പെങ്ങള്. പ്രസംഗിക്കുന്ന ഉസ്താദന്മാര് നിങ്ങളെ കുറ്റം പറയുന്നു എന്നൊരിക്കലും നിങ്ങൾ കരുതരുത്. പെണ്ണേ, നീ നന്നായാ, നീ നന്നായാ നിന്റെ മക്കള് നന്നാകും. പെണ്ണേ, നീ നന്നായാ മക്കള് നന്നാകും, ഭർത്താവ് നന്നാകും, വീട് നന്നാവും, കുടുംബം നന്നാകും, നാട് നന്നാകും. പടച്ചവരെ, ലോകം വരെ നന്നാകാനത് കാരണമാവുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അള്ളാനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്ക്, അള്ളാനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്ക്. പടച്ചവനെ, നമ്മുടെ വാപ്പ അത് പഠിപ്പിച്ചത് കൊണ്ടാണ് നമുക്ക് പേടിയുള്ളത്. വീടി വലിക്കാൻ പേടിയായിരുന്നടോ. പടച്ചവനെ, എന്തെങ്കിലും തെറ്റു ചെയ്യുമ്പോ എന്തിനാ മുണ്ടും മടക്കി കുത്തി പ്രായമുള്ളവരുടെ മുമ്പിലൂടെ നടക്കാ പേടിയായിരുന്നു. അങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഇന്ന് പ്രായമുള്ളവര് പോകട്ടെ, മാതാപിതാക്കൾ പോകട്ടെ, ഉസ്താദന്മാര് പോകട്ടെ, ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ പോലും നമ്മൾ മറന്നു നടക്കുകയാ. അതുകൊണ്ട് ഉമ്മമാരോട് പറയുന്നു, വാപ്പമാരോട് പറയുന്നു, പിഞ്ചുമക്കളോട് അള്ളാനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്ക്, അള്ളാനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്ക്. ഒരു വാപ്പയുടെ കടമയാ. മക്കളോട് വാപ്പയ്ക്കുള്ള കടമകളിൽപ്പെട്ട ഒരു കടമയാണ്. മക്കൾക്ക് അല്ലാഹ് ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം, മുത്തുനബി ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഇത് വാപ്പയുടെ കടമയാണ്, ഇത് ഉമ്മയുടെ കടമയാണ്. അതുകൊണ്ട് മുസ്ലിമേ, മുൻഗാമികൾ അത് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു, മുൻഗാമികൾ അത് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. മക്കളെ പോലും ഉപദേശിക്കാൻ അർഹതയുള്ള മക്കളായി അന്നത്തെ മക്കൾ മാറിയിരുന്നു. എന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമല്ലോ. രാത്രിയായ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ഒരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണ്. പടച്ചവനെ, ആ രാജ്യത്തുള്ള പ്രജകളെങ്ങാനും എന്തെങ്കിലും ഒരു സങ്കടം അനുഭവിക്കേണ്ടി വന്നാ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഉമർ കണക്ക് പറയണമെന്ന് ഭയന്നിട്ട് കിടന്നിട്ട് ഉറക്കം വരാതെ ഉമർ തങ്ങൾ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടന്നിട്ട്, അല്ലാഹുവേ, തന്റെ ജനതയുടെ പ്രയാസം അറിയാൻ നടന്നിരുന്ന ഖലീഫയാ ഉമർ തങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. ഒരു ദിവസം രാത്രി ഇങ്ങനെ വീടിന്റെ പരിസരത്തു കൂടെ നടന്നു പോകുമ്പോ ഒരു വീടിന്റെ അകത്ത് വഴക്ക് നടക്കുന്നു. പെങ്ങള്, ഉമ്മയും മകളും കൂടെ വല്ലാത്ത വഴക്ക് നടക്കുകയാ. ഖത്താബ് റളിയല്ലാഹു തആല ഖലീഫയായിരിക്കുമ്പോ ഒരു രാത്രി ഇങ്ങനെ ഇറങ്ങി നടന്നു പോകുമ്പോ, വെളുപ്പാങ്കാലം ആകാറായി, ഒരു വീടിന്റെ പരിസരത്തു കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോ വീടിന്റെ അകത്ത് വല്ലാത്ത വഴക്ക്, ഉമ്മയും മകളും കൂടെ വഴക്ക് കൂടുന്നേ.
ഉമ്മയും മകളും കൂടെ വല്ലാത്ത വഴക്ക്. എന്താ വഴക്കിന്റെ കാരണം? എന്താ? ഉമ്മ മകളോട് പറയുന്നുണ്ട് പാലിന്റെ അകത്ത് വെള്ളം ഒഴിക്കാൻ. ഉമ്മ മകളെ നിർബന്ധിക്കുക എന്ത്? പാലിന്റെ അകത്ത് വെള്ളം ഒഴിക്കാൻ. അപ്പൊ ആ മകൾ ഉമ്മച്ചിയോട് പറയുന്നു, ഉമ്മ ഇത് വഞ്ചനയാ, ഇത് ചതിയാ, ഇത് പാപമാ, ഞാൻ ചെയ്യൂല. ഉമ്മയോട് മകള് പറയാൻ, ഞാൻ ചെയ്യൂല, ഇത് പാപം, ഇത് വഞ്ചനയും ചതിയുമാണ്, കള്ളത്തരമാണ്, ഞാൻ ചെയ്യൂല. ഉമ്മ മകളോട് നിർബന്ധിക്കുന്നു, മര്യാദക്ക് ഞാൻ പറഞ്ഞത് കേക്കടി, വെള്ളം ഒഴിക്കുന്ന ഈ പാലിന്റെ അകത്ത്. അപ്പൊ ആ പെൺകുട്ടി ഉമ്മാനോട് പറയാ, രാജ്യം ഭരിക്കുന്നത് ആരാണെന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. നമ്മുടെ ഖലീഫയാരാ? ഉമർ തങ്ങള്. ഞാൻ പാലിന്റെ അകത്ത് വെള്ളം ഒഴിക്കുന്നത് ഉമർ എങ്ങാണ് അറിഞ്ഞ നമ്മളെ രണ്ടെണ്ണത്തിന് ആ ചങ്ങാതി വെറുതെ വിടൂല. അപ്പൊ ഉമ്മ പറയാ, ഉമറോ ഓം വീടിനകത്ത് കിടന്ന് ഉറങ്ങാ. ഉമർ പാതിരാത്രി നീ പാലിൽ വെള്ളം ഒഴിക്കുന്നതും കാത്തിരിക്ക, ഉമർ വീടിന്റെ അകത്ത് കിടന്ന് ഉറങ്ങ, നീ മര്യാദയ്ക്ക് വെള്ളം ഒഴിക്ക്. ഉമർ തങ്ങൾ ഇങ്ങനെ കയ്യും കാലും ഇങ്ങനെ ധരിക്കുന്നുണ്ട്. ആ പെൺകുട്ടി പറയാ, ഉമറാണ് രാജ്യം ഭരിക്കുന്നത് അറിഞ്ഞു കഴിഞ്ഞ പ്രശ്നവ ഉമ്മ, ഞാൻ വെള്ളം ഒഴിക്കൂല. ഉമ്മ വീണ്ടും പറയുന്നു, നിന്നോട് ഞാൻ പറഞ്ഞത് കേട്ടാ മതി വെള്ളം ഒഴിക്കാൻ. അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഉമ്മ, ഉമർ ഉറങ്ങുകയായിരിക്കും. രാജ്യത്തിന്റെ ഭരണാധികാരിയായ ഉമർ കിടന്നുറങ്ങുകയായിരിക്കും. ഉമർ അറിയുന്നില്ലെങ്കിലും അല്ല ഉറങ്ങുന്നില്ല. ഉമ്മ പടച്ച റബ്ബ് കണ്ടോണ്ടിരിക്കുക. ഇത് ഉമ്മ എന്നോട് പാലിന്റെ അകത്ത് വെള്ളമൊഴിക്കാൻ പറയുമ്പോ ഇത് ഞാൻ ഒഴിച്ചാൽ ഖലീഫ അറിയില്ലായിരിക്കും. പക്ഷെ എന്നെയും നിന്നെയും പടച്ച അല്ലാ ഉറങ്ങുന്നില്ല ഉമ്മച്ചി, അല്ല ഇത് കാണുന്നുണ്ട്, ഞാൻ ഒഴിക്കൂല. ഉമർ തങ്ങളുടെ കണ്ണ് നിറഞ്ഞു പോയിടോ. ഉമർ തങ്ങൾ ആ വീടൊന്ന് നോക്കി വെച്ചു. ആ വീടൊന്ന് നോക്കി വെച്ചു, അടയാളം. വീട്ടിൽ പോയി, പള്ളിയിൽ പോയി, സുബഹി നിസ്കാരം എല്ലാം കഴിഞ്ഞു. ഒരു സ്വഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന വീട്ടിലൊരു പെൺകുട്ടിയുണ്ട്, ആരാന്ന് പോയി ചോദിച്ചിട്ട് വാ. ഇന്ന വീട്ടിലൊരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടി ആരാണെന്ന് പോയി അന്വേഷിച്ചിട്ട് വാ. ഒരാളെ പറഞ്ഞു വിട്ടു, ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പോയി അന്വേഷിച്ചു നോക്കുമ്പോ ആ പാവപ്പെട്ട പെൺകുട്ടി ഒരു യതീമായ മകളാ, ഒരു യതീമായ പെൺകുട്ടിയാ. പാപ്പയില്ല, ഉമ്മയുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അവര് പട്ടിണിയാ. ആ ഉമ്മയും നല്ല ഉമ്മയാ, അള്ളാഹിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു ഉമ്മ തന്നെയല്ല, മോശക്കാരിയൊന്നുമല്ല. ആ ഉമ്മ എന്തുകൊണ്ടാണ് മകളോട് പാലിൽ വെള്ളമൊഴിക്കാൻ പറഞ്ഞെന്നറിയോ? അവർക്ക് ആകെ ഉള്ളത് ഒരു ഒട്ടകമാണ്, ജീവിത വരുമാനം ആകെ ഒരൊട്ടകം. ആ ഒട്ടകത്തിന്റെ പാല് കറന്നു കൊടുത്തിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് അവര് ജീവിക്കണേ. ഒരാഴ്ചയിൽ പുറത്തായിട്ട് പാലില്ലാത്തത് കാരണം വീട്ടിൽ പട്ടിണിയാ. അങ്ങനെ ഇരുന്നപ്പോഴാ ഇത്തിരി പാല് കിട്ടി. അപ്പൊ ഉമ്മ പറഞ്ഞു, ആഹാരം കഴിച്ചിട്ട് ഒരാഴ്ചയായില്ലേ മോളെ, ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വിൽക്കാം, എന്തെങ്കിലും തിന്നാൻ കിട്ടുമല്ലോ. അങ്ങനെ ഉമ്മ മകളെ നിർബന്ധിക്കുന്ന, വിശപ്പ് കാരണം നിർബന്ധിച്ച്. അപ്പോഴാണ് ആ മകള് പറയുന്നത്, അല്ല കാണുന്നുണ്ട്, ഞാൻ ചെയ്യില്ലെന്ന്. ഉമർ തങ്ങൾ ഈ സംഭവം കേട്ടപ്പോ കരയാൻ തുടങ്ങി. നേരെ വീട്ടിൽ പോയി. ഉമർ തങ്ങൾ വീട്ടിൽ പോയിട്ട് രണ്ട് ആമക്കളെയും വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഒരു പെണ്ണുണ്ട്, യതീമ, പൈസയില്ല, കൊട്ടാരമില്ല, വലിയ അറിയപ്പെടുന്ന കുടുംബമൊന്നുമല്ല, പക്ഷെ അവളുടെ ഹൃദയത്തിൽ അല്ല ഉണ്ടടാ മക്കളെ.